നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യയിലെ പോലെ പണവും പദവിയും ഉപയോഗിച്ച് വിലക്കെടുക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്സി തോമസ് പറഞ്ഞു. മറ്റത്തൂരിലേത് കോൺഗ്രസ് BJP അവിശുദ്ധ രാഷ്ട്രീയ സഖ്യമാണെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി റോയ് കല്ലമ്പി അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, MR രഞ്ജിത്ത്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KJ ഡിക്സൺ, ഷീല ജോർജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, EK അനൂപ്, PC ഉമേഷ്, മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, PK കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് എന്നിവർ സംസാരിച്ചു. അവരുണ്ടെങ്കിൽ അവർക്ക് ഹൃദയം പകുത്തു നൽകുമാറ് ഈ നാട് സ്വീകരണം നൽകുമെന്നുള്ളതിന്റെ പ്രതീകമാണ്, പരിസരമാണ് ഇവിടെ ഒത്തുചേരുന്ന ഈ മഹാജനസംഖ്യയിൽ. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിച്ചു. പ്രാദേശിക ഗവൺമെന്റുകൾ, ഭരണസമിതികൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും അധികാരത്തിലുണ്ട്. 970 തൃക്കൂർ പഞ്ചായത്തിൽ UDFന് തുടർഭരണം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷവും ആഹ്ലാദ പ്രകടനവും നടത്തി. ആലങ്ങാട് മുതൽ നായരങ്ങാടി വരെയായിരുന്നു ആഹ്ലാദ പ്രകടനം. പുലിക്കളിയുടെയും വിവിധ മേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, നേതാക്കളായ കല്ലൂർ ബാബു, ഷെന്നി ആൻഡോ പനോക്കാരൻ, സുനിൽ മുളങ്ങാട്ടുകര, സന്ദീപ് കണിയത്ത്, പോൾസൺ തെക്കമ്പീടിക എന്നിവർ നേതൃത്വം നൽകി. വൻ കുതിപ്പിന് ശേഷം സ്വർണം കിതയ്ക്കുന്നു. സ്വർണ്ണവില ചൊവ്വാഴ്ച ലക്ഷത്തിന് താഴെയെത്തി. ചൊവ്വാഴ്ച രാവിലെ മാത്രം കുറഞ്ഞത് പവന് 2240 രൂപയാണ്. 2 ദിവസമായി സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. ചൊവ്വാഴ്ച ഗ്രാമിന് 250 രൂപ കുറഞ്ഞ് 12485 രൂപയായി. പവന് 99,880 രൂപയുമായി. തിങ്കളാഴ്ചയും വിലയിൽ ഇടിവ് തന്നെയായിരുന്നു. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 15,000 രൂപയോളം മോഷണം പോയിട്ടുണ്ടാകാമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചെങ്ങാലൂർ മണ്ണമ്പേട്ട റോഡിൽ നിർമ്മാണം നടക്കുന്നതിനാൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഇതുവഴി ഗതാഗതം നിരോധിച്ചതായി PWD കൊടകര സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മുപ്ലിയം സർക്കാർ ഹൈസ്കൂളിൽ HST നാച്ചുറൽ സയൻസ് താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥിയെ ആവശ്യമുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡിസംബർ 31 രാവിലെ 11 വിദ്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.